നാളെ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് സയൻസ് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ചാനൽ അവസാനം വരെ എല്ലാ കൂട്ടുകാരും പരീക്ഷ എഴുതുന്ന കൂട്ടുകാരെല്ലാം കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു വസ്തുവിനെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയെ പറയുന്ന പേരെന്താണ്? അതായത് ഒരു വസ്തുവിനെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയെ പറയുന്ന പേരെന്താണ്? ആൻസർ നമുക്കെല്ലാം അറിയാം, ഓപ്ഷൻ ഡി ബലമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഒരു വസ്തുവിനെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്ന പേരെന്താണ്? തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, സമചലനം എന്നാണ്. അപ്പൊ പഠിച്ചു വെക്കണം. തുല്യ സമയത്തില് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്ന പേരാണ് സമചലനം. അടുത്ത ചോദ്യം, ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഐൻസ്റ്റീൻ ആണ് കേട്ടോ, ഐൻസ്റ്റീൻ. നാലാമത്തെ ചോദ്യം, ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ PSC ആൻസർ പ്രകാരം ഓപ്ഷൻ എ കരളാണ് കേട്ടോ. ഓപ്ഷൻ എ കരളാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, സെറിബ്രം ആണ് കേട്ടോ, സെറിബ്രം. ആറാമത്തെ ചോദ്യം, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണം ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണമാണ് ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ആണ്. ഏഴാമത്തെ ചോദ്യം, ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏത് ടൈപ്പ് ചലനമാണെന്നാണ്? മോഷൻ ആണെന്നാണ്. അപ്പൊ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, വൃത്തീയ ചലനമാണ് കേട്ടോ, സർക്കുലർ മോഷൻ ആണ്, വൃത്തീയ ചലനമാണ്. എട്ടാമത്തെ ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അതായത് എല്ലിന്റെ പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടുന്ന വിറ്റമിൻ ഏതാണെന്നാണ്, ജീവകം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വിറ്റാമിൻ ഡി ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. വിറ്റാമിൻ ഡി ആണെന്നാണ് എല്ലിന്റെ പല്ലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ, ജീവകം ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി പാറ്റല്ലയാണ് കേട്ടോ, പാറ്റല്ല എന്നാണ് കാൽമുട്ടിലെ അസ്ഥിയെ വിളിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണെന്നാണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് കേട്ടോ, ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ ഒക്കെ എന്താണ്? ഹരിതഗ്രഹവാതകം ആണ്. ഇതിലല്ലാത്തത് നൈട്രജൻ ആണ്. 11ാമത്തെ ചോദ്യം നോക്കാം. 16ാം ഗ്രൂപ്പിലെ ഏറ്റവും സജീവമായ മൂലകം ഏതാണ്? 16ാം ഗ്രൂപ്പിലെ ഏറ്റവും സജീവമായ മൂലകം ഏതാണ് ഈ തന്നിരിക്കുന്നവയിൽ? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 1 ന്യൂട്ടൺ ഈക്വൽ ടു എത്ര ഡൈൻ ആണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 10⁵ ഡൈൻ ആണ് കേട്ടോ. അപ്പൊ ഒരു ന്യൂട്ടൺ അഥവാ എന്നാണല്ലോ ന്യൂട്ടന്റെ സിമ്പല്, അതായത് 1n ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്. അതായത് 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിക്കുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിക്കുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന പ്രധാന അവയവം ഏതാണ്? ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന്, മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ ബി കരളാണ് കേട്ടോ. ഓപ്ഷൻ ബി കരൾ. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്രോമിയമാണ്. അടുത്ത 16ാമത്തെ ചോദ്യം. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിൽ പെടുന്നു? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ബ്ലോക്കിലാണ് പെടുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഷെയ്പ്പ് ആണ് ഉൾപ്പെടാത്തത് കേട്ടോ. ബാക്കി രംഭ എൽപിയും ചസ്തയും എൽസയും ഒക്കെ ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടുന്നവയാണ്. ഷെയ്പ്പ് ആണ് ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം. ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസ് അനുപാതം എത്രയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസ് അനുപാതം എത്രയാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1:8 ആണ് കേട്ടോ. 1:8 ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് കേട്ടോ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി 20 ഹെർട്സ് ആണ്. നമുക്കറിയാം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കേട്ടോ. അതിൽ ഏറ്റവും താഴ്ന്ന പരിധി ഏതാണ്? 20 ഹെർട്സ് ആണ്. അടുത്ത ചോദ്യം. കാർസാപ്പ് അതായത് ആന്റിബയോട്ടിക് പ്രതിരോധത്തെ ചെറുക്കുന്നതിനായി രാജ്യത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംസ്ഥാനതല കർമ്മ പദ്ധതിയെ നടപ്പിലാക്കിയത് കേരളത്തിലാണ്. അതാണ് കാർസാപ്പ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക് പ്രതിരോധത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കേരളത്തിൽ ഇത് ആരംഭിച്ചത് എപ്പോഴാണെന്നത് PYQ ചോദ്യമാണ്. ഇതിന്റെ ആൻസർ 2018 ഒക്ടോബറിലാണ് ആരംഭിച്ചത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തെല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം. ആദ്യത്തെ കൃത്രിമ വൃക്കയുടെ രൂപകൽപ്പന നടത്തിയതാരാണ്? ആദ്യത്തെ കൃത്രിമ വൃക്കയുടെ രൂപകൽപ്പന നടത്തിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ വില്യം ജോഹാൻ കോഫ് ആണ്. അടുത്ത ചോദ്യം. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗം ഏതാണെന്ന്? അതായത് ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായ മസ്തിഷ്ക ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സെറിബ്രം ആണ് കേട്ടോ. അടുത്ത ചോദ്യം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ലഭിച്ചത്? അതായത് 2025 രസതന്ത്ര നോബൽ കെമിസ്ട്രി വിഭാഗത്തിലെ നോബൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തം ഏത് വിഷയത്തിന്റെ പഠനത്തിനാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സും. അതായത് 2025 ജനുവരി മുതൽ 2026 ജൂലൈ വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സും അതോടൊപ്പം തന്നെ PDF നോട്ട്സുകളും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇനി വരുന്ന 10th മെയിൻസ് പരീക്ഷകളും അതോടൊപ്പം തന്നെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. കാരണം ആ പരീക്ഷകൾക്കൊക്കെ 20ഉം 10ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാറ്റേൺ ചോദിക്കുന്നത്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അപ്പൊ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതിനകത്ത് നമ്മുടെ എല്ലാ റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ PDF നോട്ട്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിൽ ജോയിൻ ചെയ്യുന്നതോടെ. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും ഇതിലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം ആകുന്നത് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതാണ്? ഫാഗോസൈറ്റോസിസ് നടത്തുന്ന
ഛേദ രക്താണുക്കൾ ഏതൊക്കെയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ഏതാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ് കേട്ടോ. മോണോസൈറ്റും ന്യൂട്രോഫില്ലും. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അടുത്തത് 40 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഫോക്കസ് ലെങ്ത് ആണ്, ഫോക്കസ് ദൂരമാണ് വെച്ചിരിക്കുന്നത്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. F = R/2 ആണ് ഇക്വേഷൻ കേട്ടോ. F = R/2 ആണ്. ഇതിൽ R എന്ന് പറയുന്നത് വക്രത ആരമാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വക്രത ആരം 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 40/2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 40/2 എത്രയാണ്? 20 അല്ലേ ആൻസർ. അപ്പൊ 20 ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ F = R/2 ആണ്. R എന്ന് പറയുന്നത് വക്രത ആരമാണ്. വക്രത ആരം 40 ആണ്. 40/2 20 സെന്റിമീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് ഫോക്കസ് ദൂരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ഹൈഡ്രോളിക് ജാക്കില്ലേ, നമ്മുടെ കാറൊക്കെ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, പാസ്കൽ നിയമത്തെ അടിസ്ഥാനം ആക്കിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കൃത്രിമമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ക്വസ്റ്റ്യൻ ഞാനൊന്നുകൂടെ പറയാം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മെലാറ്റോണിൻ ആണ്. മെലാറ്റോണിൻ. അടുത്ത ചോദ്യം, കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആസ്ട്രാസെനക്കയാണ് കേട്ടോ. ആസ്ട്രാസെനക്ക. അടുത്ത ചോദ്യം, ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആൻസർ കോപ്പർ, ടിന്ന്, സിങ്കുമാണ് കേട്ടോ. അപ്പൊ ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിന്ന്, സിങ്കുമാണ്. അടുത്ത ചോദ്യം, ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയാണെന്നാണ്? അതായത് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 5 ആണ് കേട്ടോ. pH 5 ആണ്. അടുത്ത ചോദ്യം, അമാൽഗം പ്രധാനമായും ഏത് ലോഹം ഉൾപ്പെടുന്ന മിശ്രലോഹമാണ്? അമാൽഗം എന്ന് പറയുന്നത് പ്രധാനമായും ഏത് ലോഹം ഉൾപ്പെടുന്ന മിശ്രലോഹമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഓപ്ഷൻ എ മെർക്കുറിയാണ് കേട്ടോ. ഓപ്ഷൻ എ മെർക്കുറിയാണ് ആൻസർ. അടുത്ത ചോദ്യം, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിന് ശോഷകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കാൽസ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് അറിയപ്പെടുന്നത്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാണ്? നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞാണ്. ഓപ്ഷൻ ഡി ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഇതാണ്. ആൻസർ ഓപ്ഷൻ ബി ഷേപ്പ് ആണ്. അടുത്ത ചോദ്യം, രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വില്യം ഹാർവി ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം ഡി ആണ് കേട്ടോ. ജീവകം ഡി ആണ്. വിറ്റാമിൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അടിസ്ഥാന തത്വം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് കേട്ടോ. പൂർണ്ണാന്തരിക പ്രതിഫലനം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി pH 7 ആണ് കേട്ടോ. അപ്പൊ ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7 ആണ്. 42ാമത്തെ ചോദ്യം, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ്? എത്രാമത്തെ അവസ്ഥയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 5ാമത്തെ അവസ്ഥയാണ്. അടുത്ത ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടൈഫോയിഡുമായിട്ടാണ് ബന്ധപ്പെട്ടത്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ്. അടുത്തത്, ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയെന്ന്? ആൻസർ ഓപ്ഷൻ ബി പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്.
അടുത്തത് ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, NaHCO3 ആണ് കേട്ടോ, NaHCO3 ആണ്. അടുത്തത് പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി മയോളജി ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, മയോളജി ആണ്. അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K ആണ് കേട്ടോ. അപ്പൊ വിറ്റമിൻ K ആണ് എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, വിറ്റമിൻ. അടുത്തത് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി എംഫീസീമയാണ് കേട്ടോ, എംഫീസീമ. അവസാനത്തെ ചോദ്യം, മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണപരിധിയുടെ ആവൃത്തി എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്, അതായത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമ്മുടെ മനുഷ്യരുടെ ശ്രവണ പരിധി കേട്ടോ. അപ്പൊ നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഈ ഒരു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നുള്ള സയൻസ് ചോദ്യങ്ങളൊക്കെ നാളത്തെ പരീക്ഷ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ ഇട്ടിട്ടുള്ള സയൻസിന്റെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കണം. താങ്ക് യു ഓൾ.